ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ എത്ര കഴുകിയാലും ഒരു പക്ഷേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മെഷീനിലൊക്കെ ഇട്ട് കഴുകിയിട്ട് നമ്മളത് ഡ്രൈ ആക്കിയിട്ടൊക്കെ എടുത്ത് ഒരു പക്ഷേ അയൺ ചെയ്യാൻ എടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അതിൽ അവിടെ ഇവിടെ കറ ഉണ്ടാവുക. അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ആയിരിക്കും, എന്നാൽ അതിങ്ങനെ ഡിമ്മായിട്ടൊരു ഓഫ് വൈറ്റ് പോലെ ഇരിക്കുക. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിലൊക്കെ ഇടുന്ന ഷർട്ട് ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ വൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണമെങ്കിൽ അത് നല്ല വൈറ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ അതൊരു ഓഫ് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടമാകും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പ്, അതായത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മോൻ്റെ ഒരു വൈറ്റ് യൂണിഫോം ആണ് കേട്ടോ. മോൻ്റെ യൂണിഫോമാണ് ഇത്. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന ഒരു എങ്ങനെ നമുക്ക് നല്ല വൈറ്റായിട്ട് തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാം, അത്രയും ക്ലീനായിട്ട് നല്ല പെർഫെക്റ്റ് വൈറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സൂപ്പർ ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനുശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കണ്ടോ മോൻ്റെ യൂണിഫോമിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതാണ് കണ്ടോ. ഇതിൽ ഫുള്ളായിട്ട് അവരുടെ PE-ക്ക് ഇടുന്ന യൂണിഫോമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കളിച്ച് മറിഞ്ഞിട്ടൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ പച്ചവെള്ളമാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ലിറ്ററോളം ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്ര ഡ്രസ്സാണോ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കില്ല. ആ ഒരു ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഡിറ്റർജൻറ്റ് പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഡിറ്റർജൻ്റ് ആണോ അലക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു പൗഡർ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്തിരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാമെന്ന അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാനിപ്പോൾ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടുത്ത മെയിനായിട്ട് വേണ്ട ഒരു കാര്യം നമ്മുടെ വൈറ്റ് വിനീഗറാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, വിനീഗറും ഈ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ചും വൈറ്റ് ഡ്രസ്സൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കെമിക്കൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഇത്രത്തോളം ഒരു 150 ml ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വിനീഗർ ഒഴിച്ചില്ല, അപ്പോഴത്തന്നെ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരു കമ്പോ ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു തടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കൈവച്ച് ചെയ്യേണ്ട. കൈ തൊടരുത് കേട്ടോ, നല്ല ചൂടുണ്ടാവും. പിന്നെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ കണ്ടോ യൂണിഫോമിൻ്റെ നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരികയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഒത്തിരി ഇട്ടിങ്ങനെ ഉരയ്ക്കുകയോ കഴുകുകയോ ഒന്നും വേണ്ട, ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ കണ്ടോ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെയാണ് അത് ഞാൻ ആദ്യം ഇട്ടത് അതിൻ്റെ ടീഷർട്ടാണ്. ഇനി കണ്ടോ അതിൻ്റെ ട്രാക്ക് പാൻറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഏറ്റവും കുറഞ്ഞത് 1-1.5 മണിക്കൂറെങ്കിലും ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനൊരു 1-1.5 മണിക്കൂറാണ് ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് നിങ്ങൾ 1-2 തവണ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അത് രണ്ട് ഭാഗവും അതിലേക്ക് സോക്കാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇടയ്ക്ക് വന്നിട്ട്. ഓക്കെ, ഇതപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സോക്കാവട്ടെ. നമുക്കൊരു 1.5 മണിക്കൂറിന് ശേഷം ഇത് നോക്കാം. ഓക്കെ, ഒരു 1.5 മണിക്കൂറിന് ശേഷം ഇതാണ് ഇപ്പോഴേ നമ്മൾ കാണുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ഏകദേശം ഒരു 50% എനിക്ക് തോന്നുന്നു അതിൽ അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നെടുത്ത് തിരുമ്മി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് നമ്മൾ വെച്ച ആ ഒരു ടൈമിലെ അതിൻ്റെ ഒരു അവസ്ഥയും ഇപ്പോൾ കണ്ടോ ആ അഴുക്കൊക്കെ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഇളകി പോയിട്ടുണ്ട്. അത് നമ്മൾ വിനീഗറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ സംഭവിക്കും കേട്ടോ. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സ്റ്റേജില്ലേ ഇതേപോലെ സോക്ക് ചെയ്ത് 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് മെഷീനിലിട്ടിട്ട് വാഷ് ചെയ്യാം. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ.
നമ്മൾ ജസ്റ്റ് ഇത് കൈവച്ചിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ ശരിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് 2 ഇത് മാത്രമേ ഉള്ളൂ, ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഒത്തിരി വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മെഷീനിലിട്ടിട്ട് വാഷ് ചെയ്ത് സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ കോളർ, പ്രത്യേകിച്ച് കോളറിലൊക്കെയാണല്ലേ ഉണ്ടാവുന്നത്. ഞാൻ ഈ ഒരു ഗ്ലൗസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ ഗ്രിപ്പ് ഉണ്ട്. അത് തന്നെ ധാരാളമാണ് കേട്ടോ ഇതിൽ അഴുക്ക് പോകുന്നതിന്. നമുക്കിത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനിത് കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് എനിക്കിങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് കാണിച്ചാൽ മതി. കാരണം നിങ്ങൾക്കത് മനസ്സിലാവണമല്ലോ. നമ്മളിത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല വൈറ്റായിട്ട് കിട്ടും കേട്ടോ ഈ യൂണിഫോം. അതേപോലെ തന്നെ അതിൽ പറ്റിയിട്ടുള്ള നമ്മുടെ ഓയിലിൻ്റെ സ്റ്റെയിൻ, അതുപോലെ തന്നെ ഇങ്കില്ലേ, നമ്മുടെ പേനയുടെയൊക്കെ മഷിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. ഞാനിത് വാഷ് ചെയ്തിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇനി നമ്മൾ കഴുകാൻ പോകുന്ന പാൻസാണ് കേട്ടോ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? കുറേയൊക്കെ അതിൽ നിന്ന് അഴുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കണ്ടോ അത്രയധികം അതിനകത്ത് ഇങ്ങനെ അഴുക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരച്ച് തേച്ച് കഴുകുമ്പോഴേക്കും നല്ല ക്ലീനായിട്ട് വരും. നമുക്ക് ബ്രഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഇതെന്ന് പറയുന്നത് മെഷീൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ ഇവരുടെ ഈ ഒരു യൂണിഫോം. അപ്പോൾ അതിൽ നമ്മൾ ബ്രഷൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇങ്ങനെ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഒരുപാടിട്ട് നമുക്കിങ്ങനെ ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ഉരച്ച് ഇതേപോലെ ഒന്ന് തിരുമ്മിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കൂടുതലായിട്ടാണല്ലോ നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും ക്ലോത്തൊക്കെ ഇതിൽ സോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് മറ്റ് ചില ഡ്രസ്സുകളൊക്കെ അതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വീണ്ടും എടുത്തതിന് ശേഷം അതിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ മോൻ്റെ ഈ യൂണിഫോം കഴുകുമ്പോൾ. കാര്യം നമ്മളിത് മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഞാനത് മെഷീനിൽ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം അതിൽ ഞാൻ പിന്നെ വിനീഗറോ ഈ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ഒഴിക്കാറില്ല കേട്ടോ മെഷീനിൽ. അതുകൊണ്ട് തന്നെ ബാക്കി നമ്മുടെ മറ്റു ഡ്രസ്സുകളുടെ കൂടെ ആയിരിക്കുമല്ലോ വാഷ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ വൈറ്റ് യൂണിഫോം ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ, നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു ഇതാണ്. കാരണം പെട്ടെന്ന് കുട്ടികൾ ആ യൂണിഫോമൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര നമ്മളത് ചെയ്തല്ലോ. പിന്നെ കുട്ടികൾക്ക് നമ്മളോട് ഭയങ്കര ഒരു സ്നേഹമായിരിക്കും കേട്ടോ യൂണിഫോമൊക്കെ അത്രയും. കാരണം അവർക്ക് തന്നെ അറിയാമല്ലോ അവരെങ്ങനെയാണ് ആ യൂണിഫോം നമ്മളെ ഏൽപ്പിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് അവരെ അണിയിച്ച് വിടുമ്പോൾ അവർക്കും ഭയങ്കര ഒരു സന്തോഷമാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റ് ഡ്രസ്സോ ഷർട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കഴുകാം. പിന്നെ നിങ്ങളിത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ മറ്റ് കളറിൻ്റെ കൂടെ ഒന്നും, കാരണം നമ്മൾ വിനീഗറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മറ്റു ഡ്രസ്സുകളുടെ കൂടെ സോക്ക് ചെയ്യേണ്ട, എല്ലാം വൈറ്റ് ആയിട്ടുള്ളതിൻ്റെ കൂടെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. പിന്നെ ഇതിൽ കണ്ടോ ഒരു യെല്ലോ പോർഷനൊക്കെ ഉണ്ട്, എങ്കിലും അതൊന്നും നമുക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.